കാറ്റത്തെ കിളിക്കുടിയിലെ അപ്കമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരെയും കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സുധീഷും ഹരീഷും ഒരു ബൈക്കിൽ അവരുടെ വീടിനടുത്തെത്തുന്നുണ്ട്. അടുത്തുള്ളൊരു ഷോപ്പിൽ അന്വേഷിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, ഇല്ല ഇത് അത്ര പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരിടത്ത് മാത്രമല്ല അന്വേഷിച്ചുള്ളൂ, നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിലൊരാൾ പോകുന്നത് കാണുന്നത്. അയാളോട് ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഈ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, അവരെങ്ങനെയുള്ളവരാണെന്ന് ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്, അവർ മോശമായിട്ടുള്ള ആൾക്കാരാണ്, എപ്പോഴും വഴക്കാണ് എന്ന് പറയുമ്പോൾ, അല്ല ഞങ്ങൾ ആ വീട്ടിലെ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്, ആ കുട്ടി എങ്ങനെയുണ്ട്, എങ്ങനെ സ്വഭാവമുള്ള കുട്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം. അച്ഛനേക്കാളും അമ്മയെക്കാളും വളരെ മോശപ്പെട്ട സ്വഭാവക്കാരിയാണ്, ഏതു നേരം വഴക്കാളിയാണ്. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണല്ലോ, വിവാഹം കഴിഞ്ഞ വീട്ടിൽ ആ കുട്ടി താമസിക്കില്ല, അവിടെയും ആ അച്ഛനും അമ്മയുമായിട്ടൊക്കെ ഭർത്താവുമായിട്ട് വഴക്കാണെന്നാണ് കേട്ടത്. ഈ ഒരു കുടുംബം ഇവിടെ നിന്നും പോയാൽ ഇവിടെ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാർക്കെല്ലാം വളരെ സമാധാനമാവും എന്ന് പറയുകയാണ്. പിന്നീട് ആ പയ്യൻ പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ ചേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം ഒരു തീരുമാനത്തിലെത്തിയാൽ മതി എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ആകെ ടെൻഷൻ ആവുകയാണ്. പിന്നീട് അവിടെ അടുത്ത വീട്ടിലൊരു സ്ത്രീയോട് അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവിടെ അവർക്ക് എന്താണ് ജോലി, വരുമാനം എന്ന് ഞങ്ങൾക്കറിയില്ല. കുറേ റൗഡികൾ നേരവും സമയമൊന്നുമില്ലാതെ അവിടെ കയറി ഇറങ്ങുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകളാണെങ്കിൽ ചുറ്റുവട്ടത്തുമുള്ള സ്ത്രീകളോടൊന്നും സംസാരിക്കില്ല, അവർ പുറത്തിറങ്ങുന്നത് മറ്റുള്ളവരോട് വഴക്കടിക്കാൻ മാത്രമാണ്. ഞങ്ങളെല്ലാവരും അവരെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, ഇവരിവിടെ നിന്നും പോയാൽ മാത്രമേ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. സുധീഷും ഹരീഷും ആ വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, തങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ ഒരു സ്ത്രീയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഹരീഷ് സുധീഷിനോട് പറയുന്നുണ്ട്, എന്താ ചെയ്യുക, നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ വിവാഹം ശരിയാവാതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീയെ പിടിച്ച് കെട്ടിക്കാൻ പറ്റുമോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, നമുക്ക് ആ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നാലോ. എന്നിട്ട് എന്ത് ചോദിക്കാനാ, നിങ്ങൾ നല്ലവരാണോ അതോ ദുഷ്ടന്മാരാണോന്നോ. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ല അതും ശരിയാണ്, അല്ല ഹരീഷേ, ഈ വീട്ടിൽ ഇന്ന് വൈകിട്ടാണല്ലോ നിശ്ചയം നടക്കുന്നത്, പക്ഷേ ഇവിടെ അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും തന്നെ കാണുന്നില്ലല്ലോ. നമ്മളിപ്പോൾ അവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ നിശ്ചയം നടക്കുന്ന വിവരം അവർ അറിഞ്ഞതായിട്ടൊന്നും പറഞ്ഞില്ല. അത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഞാനും അത്ര ചിന്തിച്ചില്ല കേട്ടോ, എന്തായാലും നമുക്കിവിടെ അടുത്ത വീട്ടിലെവിടെയെങ്കിലും അന്വേഷിച്ചാലോ എന്ന് പറയുമ്പോൾ സുധീഷ് ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ കയറി അന്വേഷിക്കുകയാണ്. ഈ വീട്ടിലെ പെൺകുട്ടിയുടെ നിശ്ചയം നടക്കാൻ പോവുകയാണല്ലോ, നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതൊന്നും അറിഞ്ഞിട്ടില്ല. നിശ്ചയോ, ആരുടെ നിശ്ചയം എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഈ വീട്ടിലെ പെൺകുട്ടിക്ക് ഇന്ന് നിശ്ചയം വൈകിട്ട് നടക്കുന്നുണ്ട്, നിങ്ങളെ ക്ഷണിച്ചില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് സുധീഷ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇനി ഞങ്ങളെ ക്ഷണിച്ചാലും ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവില്ല. ഇത് കേട്ട് അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതും തൊട്ടടുത്തുള്ള വീട്ടിലാണ് അവർ കയറി അന്വേഷിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. വൈകിട്ട് നിശ്ചയത്തിന് പോകാനുള്ള സമയമായപ്പോഴേക്കും ലളിതയും ഗംഗാധരനും സുനന്ദയും കൂടി അങ്ങോട്ടേക്ക് നടന്നു വരുവാണ്. സുനന്ദ ലളിതാമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയ്ക്ക് എന്താ അവരോട് ഇത്രയ്ക്ക് ദേഷ്യം, അമ്മയ്ക്കും നമ്മുടെ വീട്ടുകാർക്കൊക്കെ വേണ്ടി എത്ര ഉപകാരം ചെയ്തിട്ടുള്ളതാണ് സുഭാഷ് ഏട്ടൻ, എന്നിട്ടും എന്തിനാ ഈ സുഭാഷ് ഏട്ടനോട് ഇത്രയ്ക്ക് ദേഷ്യം, അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്ന് ക്ഷണിച്ചത്, അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ അത് ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത്. ഇത് കേട്ട് ലളിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേ നീ മിണ്ടാതിരുന്നോണം, നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിൻ്റെ കൂടെ വരുന്നത്, നീ എന്തിനാ അവനോട് ഇക്കാര്യമൊക്കെ പറയാൻ പോയത് നിൻ്റെ ഭർത്താവിനോട്, അതുകൊണ്ടല്ലേ അവൻ പൊയ്ക്കോ എന്ന് പറഞ്ഞ് സമ്മതിച്ചത് എന്ന് പറയുമ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അതെ നമ്മൾ ഈ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കറിയാം, എന്നിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുന്നുണ്ട്, കുത്തി കുത്തി ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛനും അമ്മാമനും ഒക്കെ എന്തിനാണ് അവരോട് ഇത്രയ്ക്ക് ദേഷ്യം, അവർ നമ്മളോട് ദേഷ്യമൊന്നും തിരിച്ച് കാണിക്കുന്നില്ലല്ലോ, അവർക്ക് നമ്മളോട് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, പിന്നെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മാവനും ഒക്കെ എന്തിനാ അവരോട് ഇത്രയ്ക്ക് ദേഷ്യം എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ഉത്തരം പറയുക, ഞാനെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മോശക്കാരാവും, നീ മിണ്ടാതിരിക്കതേ വീടെത്തി എന്ന് ലളിത പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അകത്തുനിന്നും പുറത്തേക്ക് സന്തോഷത്തോടെ വരുവാണ്. ഇവർ മൂന്നുപേരെയും കണ്ട് വാ അകത്തേക്ക് വാ കയറിയിരിക്കുക എന്ന് പറയുന്നുണ്ട്.
എന്നാൽ വല്യച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് സുഭാഷേട്ടന് വളരെ വിഷമം തോന്നുവാണ്. എന്താ വല്യച്ഛ ഇങ്ങനെ, കയറി ഇരിക്കു വല്യച്ഛ, അകത്തേക്ക് വാ, ഞാനല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷേട്ടൻ മുന്നേ നടക്കുവാണ്. അങ്ങനെ അവർ 3 പേരും അകത്തേക്ക് കയറുന്നുണ്ട്. അവരകത്ത് കയറി ഇരുന്നതും സുഭാഷ് ഏട്ടൻ സന്തോഷത്തോടെ നിധി നിധി ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ നിധി റൂമിൽ നിന്നും ഓടി വരുവാണ്. അവരെ കണ്ടതും അവൾക്കും സന്തോഷമാവുന്നുണ്ട്. ഞാൻ വെള്ളം എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ തിടുക്കപ്പെട്ട് കിച്ചണിലേക്ക് പോവാണ്. 3 പേർക്കുമുള്ള വെള്ളവുമായിട്ട് വരുന്നുണ്ട്. വല്യച്ഛന് വെള്ളം കൊടുക്കുമ്പോൾ ഏയ് വേണ്ട, ഞങ്ങളിപ്പോൾ കുടിച്ചിട്ടാ വന്നതെന്ന് ലളിതയും ഗംഗാധരനും പറയുന്നുണ്ട്. എന്നാൽ സുനന്ദ വേടിച്ച് കുടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അച്ഛൻ കയറി വരുന്നത്. ആ ചേട്ടനെ കണ്ടതും അച്ഛൻ ഒരു പരിഹാസത്തോടു കൂടി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ ചേട്ടനോ, അല്ല പെങ്ങളും ഉണ്ടല്ലോ, എന്ത് പറ്റി ഈ വഴിക്കൊക്കെ വരാൻ? വീടിൻ്റെ പരിസരത്ത് പോലും നിങ്ങളെ കാണാറില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ലളിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പ്രശ്നക്കാരൻ നീയല്ലേ, പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രശ്നമുണ്ടാക്കേണ്ടതില്ലല്ലോ, നീ പോടാ എന്ന് പറയുവാണ്. ഇത് കേട്ട് വല്യച്ഛൻ പറയുന്നുണ്ട്, ദേ സുഭാഷേ, ഞങ്ങൾ ഇതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്. നിന്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയും, അതിന് തിരിച്ച് മറുപടിയായിട്ട് ഞങ്ങൾ വല്ലതും പറയും, പിന്നെ ആകെ പ്രശ്നമാവും. പെട്ടെന്ന് സുനന്ദ മാമനോടായിട്ട് പറയുന്നുണ്ട്, മാമ പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കുകയോ, ഞങ്ങൾ സുഭാഷേട്ടൻ്റെ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാ. മാമൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും, പിന്നീട് ആകെ പ്രശ്നമാവും, ആകെ സമാധാനം ഇല്ലാതാവും മാമ പ്ലീസ് എന്ന് പറഞ്ഞ് കെഞ്ചുന്നുണ്ട് സുനന്ദ. ഇത് കേട്ട് അച്ഛൻ സുഭാഷിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എടാ സുഭാഷേ, നീ ഇവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ സുഭാഷേട്ടനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഓഹോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, ശരി എങ്കിൽ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. സുഭാഷേട്ടൻ വല്യച്ഛനോടായിട്ട് പറയുന്നുണ്ട്, വല്യച്ഛൻ ഞാൻ ക്ഷണിച്ചപ്പോൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, എന്തായാലും സന്തോഷമായി എന്ന് പറയുമ്പോൾ വല്യച്ഛൻ പറയുന്നുണ്ട്, നീ വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ, പിന്നെ എങ്ങനെ വരാണ്ടിരിക്കുക, അതുകൊണ്ടാണ് വന്നതെന്ന് പറയുമ്പോൾ നികേഷിന് അത് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നികേഷ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, ആ ചേട്ടൻ വന്ന് വിളിച്ചതുകൊണ്ട് മാത്രമാണോ വല്യച്ഛൻ വന്നത്? അതെന്താടാ നീ അങ്ങനെ പറയുന്നതെന്ന് സുനന്ദയുടെ അമ്മ ചോദിക്കുന്നുണ്ട്. നികേഷേ, നീ പറഞ്ഞതുപോലെ സുഭാഷേട്ടൻ ക്ഷണിച്ചതുകൊണ്ട് മാത്രമൊന്നുമല്ല ഇവർ വന്നത്, പതിവ് പോലെ ഇവർ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവർ വന്നത്. പെട്ടെന്ന് ലളിത മകളുടെ കയ്യിനൊരു കൊട്ടു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ മിണ്ടാതിരിക്കടി. പെട്ടെന്ന് ലളിത സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല പെൺകുട്ടിയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചോ, നിങ്ങൾ അവിടെ പോയി വീടൊക്കെ കണ്ടോ, എങ്ങനെയാ പെൺകുട്ടിക്ക് ജോലിയൊക്കെ ഉണ്ടോ, അതോ വീട്ടിലിരിക്കുകയാണോ എന്നൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നികേഷ് മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഹോ എത്ര പെട്ടെന്നാണ് ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത്. ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ആ അതൊക്കെ നടക്കാതിരിക്കുകയോ, 2-3 ദിവസം മുന്നേയൊക്കെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളോട് വിവാഹത്തിൻ്റെ കാര്യം പറയുന്നത് തന്നെ, അത് നിശ്ചയത്തിൻ്റെ കാര്യം. പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, വല്യച്ഛ അങ്ങനെയൊന്നും പറയരുത്, ഇത് 2 ദിവസമായിട്ടേ ഈ വിവാഹലോചന ബ്രോക്കർ കൊണ്ടുവന്നിട്ട്, എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഞങ്ങൾ പെൺവീട്ടിൽ പോയി ഒന്ന് കാണുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഗംഗാധരന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? പെൺവീട്ടിലാരെ ചെന്ന് കാണാതെയും അന്വേഷിക്കാതെയൊക്കെയാണോ നിങ്ങൾ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? എടി ലളിത, ഇവർ പറയുന്നത് കേട്ടില്ലേ, ഇവർ പെൺവീട്ടൊന്നും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് കേട്ട് ലളിത പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, നിങ്ങൾ അവിടെ പോയിട്ട് കാണുകയൊന്നും ചെയ്യാതെയാണോ ഈ വിവാഹത്തിനായിട്ട് തീരുമാനിക്കുന്നത്? ആദ്യം പെൺകുട്ടിയുടെ വീട് പോയി കാണണം, എന്നിട്ട് അതിന് ചുറ്റുവട്ടത്തും അവരെക്കുറിച്ച് അന്വേഷിക്കണം. ഇതൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, എന്താ ഇതൊന്നും ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ നിധിയും സുഭാഷേട്ടനും നികേഷും ഒക്കെ പരസ്പരം നോക്കുന്നുണ്ട്. പെട്ടെന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, അത് അമ്മായി, അവരെല്ലാവരും നല്ല ആൾക്കാരാണ്, അവരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്രോക്കർക്ക് നന്നായിട്ട് അറിയാവുന്ന കുടുംബമാണ്, ബ്രോക്കറുടെ അഭിപ്രായത്തിൽ നല്ല ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴും ഞങ്ങൾക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ലളിത പറയുന്നുണ്ട്, നിങ്ങൾ പറയുമ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. ഇവിടെ ഇങ്ങനെയൊരു സ്വഭാവമുള്ള അച്ഛനുണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു തരാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതും പെട്ടെന്ന് സുനന്ദ തടയുവാണ്. അമ്മ എന്താണ് ഈ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കുകയോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കണ്ട. അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇതൊന്നും അത്ര കണക്കാക്കണ്ട എന്ന് നിധിയോട് പറയുകയാണ് സുനന്ദ. എന്നിട്ട് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല പെൺകുട്ടിക്ക് എന്താ ജോലി? ഇല്ല, ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് സുഭാഷ് പറയുന്നുണ്ട്.
പിന്നീട് സുനന്ദയും ലളിതയും ആ പെൺകുട്ടിയെയും വീട്ടുകാരെ കുറിച്ചൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ഏട്ടനാണെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നു. ഇത് കേട്ട് നികേഷിനും നമ്മുടെ നിധിക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അവർ രണ്ടുപേരും പരസ്പരം നോക്കുവാണ്. നികേഷ് പതിയെ നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, ചേട്ടത്തി സുഭാഷ് ഏട്ടനെ ശ്രദ്ധിച്ചോ? ആ പെൺകുട്ടിയെയും വീട്ടുകാരെ കുറിച്ച് എത്ര താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ സംസാരിക്കുന്നത്. അവർ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നത് പോലെയാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ പെരുമാറ്റം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അതന്നെ നികേഷ് ഞാനും ചിന്തിക്കുന്നത്. നമ്മുടെ സുഭാഷ് ഏട്ടന് എന്താ പറ്റിയത്? മുന്നത്തെ പോലെ ഒന്നുമല്ല. ഈ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് മുതൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ ആളാകെ മാറിയിട്ടുണ്ട്. സുഭാഷ് ഏട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന് തെറ്റായിട്ടൊന്നും നടക്കാൻ പാടില്ല. നമ്മുടെ സുഭാഷിൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കാവൂ. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നുണ്ട് നിധി. അല്ല, വിവാഹ നിശ്ചയത്തിന് അടുത്തുള്ള വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് വല്യച്ഛൻ ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അച്ഛൻ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. എന്ത്, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോന്നോ? നിങ്ങളെ ആരാ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അച്ഛാ ഒന്നും മിണ്ടാതിരിക്കുകയോ പ്ലീസ്. അച്ഛൻ എപ്പോഴും പുറത്തല്ലേ ഇരിക്കാറ്, അവിടെ പുറത്തു പോയിരിക്കെ, പോകാൻ നേരം ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ദേ ഇവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല സുഭാഷേ, നിനക്കിവരെ പറ്റി അറിയാവുന്നതല്ലേ, ഞാൻ നിനക്കൊരു താക്കീത് തരിക, ഇവരെ ശ്രദ്ധിച്ചോളണം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. വല്യച്ഛൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് സുഭാഷ് ഏട്ടൻ വല്യച്ഛനോടായിട്ട് പറയുന്നുണ്ട്, വല്യച്ഛ അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, അച്ഛൻ പറയുന്നതൊന്നും നിങ്ങൾ അങ്ങനെ മനസ്സിൽ വെക്കണ്ട. ഇത് കേട്ട് സുനന്ദ പറയുന്നുണ്ട്, മാമൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതൊന്നും പ്രശ്നമില്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടാ നിശ്ചയത്തിനുള്ള പുടവയെല്ലാം എടുത്തോ എന്ന് ചോദിക്കുകയാണ് സുനന്ദ. ഇത് കേട്ട് സുഭാഷ് നമ്മുടെ നിധിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. പെട്ടെന്ന് ലളിത പറയുന്നുണ്ട്, അതെല്ലാം എടുത്തിട്ടുണ്ടാവും, നിശ്ചയത്തിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അവർ വാങ്ങിച്ചിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ അവർ നമ്മളെ ക്ഷണിച്ചത്. നിശ്ചയത്തിന് പുടവ എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ. ഇത് കേട്ട് ലളിത ഞെട്ടുന്നുണ്ട്. എന്ത്, പുടവ എടുത്തിട്ടില്ലെന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്? പെട്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്, അതിന് നിശ്ചയത്തിന് സാരിയെല്ലാം എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എടുക്കാതെ, നീയൊരു എന്ത് പെൺകുട്ടിയാ മോളെ, നിനക്കിതൊന്നും അറിയില്ലേ? പിന്നെ ഇന്നേ ദിവസം നിശ്ചയം നടക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് എന്തുകൊണ്ട് പോവാന്നാണ് വിചാരിക്കുന്നത്? അത് കേട്ട് നിധി പറയുന്നുണ്ട്, അത് വെറ്റിലപ്പാക്ക്, ഫ്രൂട്ട്സ് ഇതെല്ലാം കൊണ്ടുപോകണമെന്നറിയാം, പിന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ് നിധി. പെട്ടെന്ന് ലളിത പറയുന്നുണ്ട്, അതെ പുടവ ചെറുക്കൻ്റെ വീട്ടുകാർ കൊണ്ടുപോകണം, ആ പുടവ എടുത്തിട്ടാണ് പെൺകുട്ടി സഭയിൽ വന്നിരിക്കുന്നത്, എന്നിട്ട് നിശ്ചയം നടക്കോ, ഇതൊന്നും നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഇത് കേട്ട് വല്യച്ഛൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലെങ്കിലും പെൺവീട്ടുകാർ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ലേ? അപ്പോൾ അവരെല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. പെട്ടെന്ന് സുനന്ദ പറയുന്നുണ്ട്, അതെ നിധി, എനിക്ക് നിശ്ചയത്തിനുള്ള പുടവയെല്ലാം കൊണ്ടുവന്നത് അവിടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നായിരുന്നു, അതുകൊണ്ടാണ് ഇവർ ചോദിച്ചത്. പെൺവീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും ഒരുമിച്ച് ചെന്ന് പെണ്ണിന് ഇഷ്ടപ്പെട്ട പുടവ എടുക്കുന്നതാണ് നാട്ടു നടപ്പ്, ഇതൊന്നും നിനക്കറിയില്ലേ എന്ന് ലളിത ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പെട്ടെന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്, അല്ല നിന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും തന്നെ നടന്നിട്ടില്ലേ? അപ്പം നിധി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. എൻ്റെ ചേട്ടൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. ആ സമയത്ത് വിവാഹത്തിന് പുടവ എടുത്തെന്ന് എനിക്കറിയാം, പക്ഷേ നിശ്ചയത്തിന് പുടവ എടുക്കുന്ന വിവരം അതെനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും പെൺവീട്ടുകാർക്കെല്ലാം അറിയാലോ, എന്നിട്ട് നിങ്ങളോട് ഇത്രയും ദിവസമായിട്ടും ഇതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ലേ? ഇന്ന് വൈകിട്ടല്ലേ നിശ്ചയം നടക്കാൻ പോകുന്നത്. എന്തായാലും അവരെക്കുറിച്ച് നിങ്ങൾ നല്ലവണ്ണം ഒന്ന് ആലോചിക്കുന്നത്, അന്വേഷിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, പെൺകുട്ടിക്ക് പുടവ എടുക്കണം, അത്രയല്ലേ ഉള്ളൂ, നമുക്ക് പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് വാങ്ങാമെന്ന് പറയുവാണ്. അപ്പോൾ പെട്ടെന്ന് ലളിത പറയുന്നുണ്ട്, നിങ്ങൾ പുടവ എടുക്കുന്നത് ഓക്കെ, പക്ഷേ ബ്ലൗസ് എപ്പോൾ തയ്ച്ച് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിധി ബ്ലൗസ് പെട്ടെന്ന് തയ്ച്ച് കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല സുഭാഷ് ഏട്ടാ, പെട്ടെന്നെടുത്ത് അങ്ങനെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിചിത്രമാണ് അല്ലേ ലളിതേ,
എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് സുഭാഷിനോട് പറയുന്നുണ്ട്, നീ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ വന്നു. പിന്നെ പോകാൻ ഇനിയും സമയമുണ്ടല്ലോ. നിങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചാൽ മതി. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയുവാണ്. സുഭാഷ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുനന്ദ വളരെ സന്തോഷത്തിലാണ്. അവൾ പറയുന്നുണ്ട്, എന്തായാലും സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടെയുള്ള സമയത്ത് തന്നെ സുഭാഷ് ഏട്ടൻ്റെ നിശ്ചയം നടത്താൻ വേണ്ടി തീരുമാനിച്ചല്ലോ. അതുകൊണ്ട് എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ പെൺകുട്ടിയെ കാണാമല്ലോ. സുഭാഷ് ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എങ്ങനെ ഇരിക്കുന്നെന്ന് എനിക്ക് അറിയണ്ടേ. ഇത് കേട്ട് സുഭാഷ് ചിരിക്കുന്നുണ്ട്. എന്നാൽ വാ നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും അവിടെ നിന്നും പോകുന്നുണ്ട്. അവർ പോയതും നിധി സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സോറി സുഭാഷ് ഏട്ടാ, എനിക്ക് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും അറിയില്ലായിരുന്നു. അത് സാരമില്ല മോളെ, അതൊക്കെ പോട്ടെ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല നമുക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും പെൺവീട്ടുകാർ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കേണ്ടതല്ലേ. ഇനി അവർ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളോട് അക്കാര്യം പറയേണ്ടതല്ലേ സുഭാഷ് ഏട്ടാ. എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊന്നും നമ്മളോട് അവർ പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ അവരുടെ കയ്യിൽ പുടവ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമ്മളോട് സംസാരിക്കാതിരുന്നത്. എന്തായാലും തട്ടിലൊരു പുടവ ഉണ്ടായിരിക്കണം എന്നല്ലേ ഉള്ളൂ. ആചാരങ്ങൾ നടക്കട്ടെ, നമുക്കതുപോലെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ അവിടെ നിന്നും കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിശ്ചയത്തിന് പോകാനുള്ള സമയമായതും സുഭാഷ് ഏട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കുകയാണ്. നികേഷ് പെട്ടെന്ന് സുഭാഷ് ഏട്ടനെ ഒരു ചെയറിൽ പിടിച്ചിരുത്തി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നികേഷ് നീ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേണ്ട എന്ന് പറയുമ്പോഴും അതൊന്നും ശരിയാവില്ല. സുഭാഷ് ഏട്ടൻ അവിടെ ഇരുന്ന് തന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് നികേഷ് പറയുന്നുണ്ട്. എന്നാൽ സാരിയെല്ലാം ഉടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് നമ്മുടെ നിധി റൂമിൽ നിന്നും ഇറങ്ങി വരുവാണ്. സുഭാഷ് ഏട്ടാ പോകാനുള്ള സമയമായില്ലേ, റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ദേ കണ്ടില്ല നീ, ഇവൻ എന്തൊക്കെയോ എൻ്റെ മുഖത്ത് കാട്ടുന്നുണ്ട്. അപ്പോഴാണ് പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. സുധീഷും ഹരീഷും വന്നിരിക്കുകയാണ്. നിങ്ങളെന്താ ഇത്രയും വൈകിയതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. തൻ്റെ കയ്യിലുള്ള കവറുകളെല്ലാം സുധീഷ് നിധിയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ വലിയൊരു ലിസ്റ്റല്ലേ നീ എനിക്ക് വിട്ടിരുന്നത്, അതെല്ലാം നോക്കി വാങ്ങുമ്പോഴേക്കും കടകളെല്ലാം കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എത്ര കടയിൽ കയറിയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കിട്ടിയതെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞതെല്ലാം വാങ്ങിച്ചില്ലേ, ഒന്നും മറന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല നീ പോവും വെറ്റിലയും പാക്കും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാ സാധനങ്ങളും പറഞ്ഞല്ലോ, പറഞ്ഞതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് പൂവുണ്ടതിൽ, അത് ഞാൻ നിനക്ക് വാങ്ങിച്ചതാണ് എന്ന് പറയുകയാണ്. ആ ശരി, എന്തായാലും ഞാനിതെല്ലാം തട്ടിലേക്ക് എടുത്ത് വെക്കട്ടെ എന്ന് പറയുമ്പോൾ സുധീഷ് ചിരിയോടുകൂടി പറയുന്നുണ്ട്, എന്ത് നിധി, തട്ടിലേക്ക് എടുത്ത് വെക്കാനോ? ഇതൊക്കെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സുധീഷ്. ദേ നമ്മൾ ഇന്ന് പോകുമ്പോൾ പെൺകുട്ടിക്ക് ഉടുക്കാനായി നമ്മൾ പുടവ എടുക്കേണ്ടതായിരുന്നു, അതുപോലും നമ്മൾ എടുത്തില്ല എന്ന് പറയുമ്പോൾ സുധീഷ് ഹരീഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, ഇക്കാര്യങ്ങളെല്ലാം സുനന്ദയുടെ അമ്മ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. സുനന്ദയുടെ അമ്മയോ, അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് ഞാൻ പറയാൻ മറന്നതാ, ഇന്ന് സുഭാഷ് ഏട്ടൻ അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു, ക്ഷണിച്ചപ്പോൾ വരില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ സുനന്ദ അവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചത്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, അവർ പറയുമ്പോഴാണ് ഞാനും ഇക്കാര്യമൊക്കെ അറിയുന്നത്. പെട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്, അല്ല ഇവർക്കൊക്കെ നമ്മളെ കാണുന്നത് പോലും ദേഷ്യമായിരുന്നു, ഇപ്പം ഇതെന്ത് പറ്റി? നിശ്ചയത്തിന് പോലും നമ്മളോടൊപ്പം വരാമെന്ന് പറയുന്നു. എന്താ ഇവരൊക്കെ നന്നായോ, നമ്മളോട് ഇഷ്ടം തോന്നി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതൊക്കെ എൻ്റെ നിധി വന്നതിന് ശേഷമുള്ള ഐശ്വര്യമാണ്, അവൾക്ക് നല്ല ഐശ്വര്യമുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ട് നിധി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ വീണ്ടും സുധീഷ് പറയുന്നുണ്ട്, അതെ നിധി, നീ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ നാട്ടുകാരും അതും സ്വന്തക്കാർ പോലും ഞങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങിയത്, എല്ലാം നിന്റെ ഐശ്വര്യമാണെന്ന് പറയുവാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ശരി നിർത്തിയേക്ക്, മതി, ഇനി പോകാനായിട്ടുള്ള നേരമായില്ലേ, നീ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ വരുന്നത്, ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത്, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്.